നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമ്മായിപ്പൻ മുഖ്യമന്ത്രിയാണ് എന്ന് കരുതി മരുമകൻ്റെ മൂട്ടിൽ തഴമ്പ് കാണുമോ എന്ന് ചോദിക്കുകയാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തി. ദേശീയപാതയുടെ ആദ്യ റീച്ചിൻ്റെ അടക്കം വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. എന്നാൽ ഈ ചടങ്ങുകളിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ചില്ല. ഇപ്പോൾ വലിയ പൊട്ടിത്തെറിയാണ് കേരളത്തിൽ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ ചടങ്ങ് ബഹിഷ്കരിച്ചുകൊണ്ട് സർക്കാർ കളത്തിലിറങ്ങി. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് CPM തന്നെ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നവരെ ക്ഷണിച്ചത്. പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. അമ്മായിയപ്പനെ ക്ഷണിച്ചു എന്ന് കരുതി മരുമോനെ കൂടി ക്ഷണിക്കേണ്ട കാര്യമില്ല എന്നാണ് രാജു ചന്ദ്രശേഖർ പ്രതികരിച്ചത്. സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയല്ലേ മുഹമ്മദ് റിയാസ് എന്ന് സർക്കാർ ചോദിക്കുന്നു. മറുവശത്ത് BJP അതിനിശ്ചിതമായ വിമർശനമാണ് ഇപ്പോൾ സർക്കാരിന് നേർക്കുയർത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് CPMഉം BJPയും നേർക്കുനേർ. രാഷ്ട്രീയമായി ആർക്ക് നേട്ടമുണ്ടാകും എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എങ്കിൽ എന്തുകൊണ്ട് ഈ വിവരം നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ മുഖ്യമന്ത്രി അറിയിച്ചില്ല? ഏതൊക്കെ മന്ത്രിമാരാണ് ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്ന് രാജു ചന്ദ്രശേഖർ പറയുന്നു. മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതിൽ എന്തുകൊണ്ട് നേരത്തെ വിയോജിപ്പ് മുഖ്യമന്ത്രിയെ അറിയിച്ചില്ല എന്ന ചോദ്യമാണ് BJPയും രാജു ചന്ദ്രശേഖർ ഉയർത്തുന്നത്. മരുമകനും കൂടി പ്രോഗ്രാമിന് വരണം എന്ന അമ്മായിപ്പന് നിർബന്ധമുണ്ടായിരുന്നു എങ്കിൽ 7 ദിവസം മുൻപ് ഇക്കാര്യം അറിയിക്കണമായിരുന്നു. മുഖ്യമന്ത്രിയും മറ്റ് ക്ഷണിക്കപ്പെട്ട മന്ത്രിമാരും ചടങ്ങ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു രാജു ചന്ദ്രശേഖരന്റെ രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണ് സർക്കാർ പയറ്റുന്നത്. നാടിനു വേണ്ടിയാണ് എല്ലാ പദ്ധതികളും ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. എന്നാൽ എങ്ങനെയെങ്കിലും വിവാദം മനഃപൂർവ്വം വിളിച്ചു വരുത്താനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത്. ഏതൊക്കെ മന്ത്രിമാർ ചടങ്ങിന് പങ്കെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. താനല്ല പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ പറയുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കിയ പട്ടിക താൻ എങ്ങനെ കാണാനാണ്? ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന് ചടങ്ങിന് തൊട്ടു മുൻപ് രാജു ചന്ദ്രശേഖർ കട്ടയ്ക്ക് പ്രതികരിച്ചു. തന്നെ ക്ഷണിച്ചത് മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ്. അത് വെച്ച് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട എന്ന് രാജു ചന്ദ്രശേഖർ തുറന്നടിച്ചു. കേരളത്തിലെ ദേശീയപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ഒഴിവാക്കിയ നടപടി സംസ്ഥാനത്തോടുള്ള അപമാനമെന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത തലത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ കൂടി പണം മുടക്കിയ പദ്ധതിയുടെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് തട്ടിയെടുക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പദ്ധതിയുടെ ഭാഗമായവർ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് കേരളത്തിന്റെ അവകാശമാണ്. ഭൂമി ഏറ്റെടുക്കലിനുൾപ്പെടെ വലിയ തുകയാണ് സംസ്ഥാന സർക്കാർ ചിലവിട്ടത്. എന്നാൽ തന്നെ ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കി. ഒരു വികസന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ എന്തടിസ്ഥാനത്തിലാണ് വേദിയിലിരിക്കുന്നത്? വികസന പദ്ധതിയെ രാഷ്ട്രീയ പരിപാടിയാക്കി BJP തരം താഴ്ത്തി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ട്? LDF സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതി തന്നെ മുങ്ങിപ്പോകുമായിരുന്നുവെന്നാണ് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. കേരളത്തിന് നേട്ടമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും ചടങ്ങ് ബഹിഷ്കരിക്കാൻ ഇന്ന് രാവിലെയാണ് തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി എന്നിവർ ചടങ്ങിനെത്തിയില്ല. പരിപാടിയുടെ അറിയിപ്പ് ലഭിച്ചത് അവസാന നിമിഷമാണ്. മണ്ഡലത്തിലെ മറ്റു പരിപാടികൾ ഉള്ളതുകൊണ്ട് ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയത്. കേരളത്തിൽ 10,800 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലാണ് ദേശീയപാതയുടെ ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനവും അറേഞ്ച് ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് നോട്ടീസിലുണ്ടെങ്കിലും അദ്ദേഹം പങ്കെടുത്തില്ല. ദേശീയപാത 66 തലപ്പാടി ചെങ്കള ഭാഗത്തെ 6 വരിപ്പാതയും കോഴിക്കോട് ബൈപ്പാസിലെ വെങ്ങളം രാമനാട്ടുകര 6 വരിപ്പാതയുമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതോടൊപ്പം മറ്റു പദ്ധതികളും പ്രധാനമന്ത്രി കേരളത്തിന് സമർപ്പിക്കുന്നു. എന്തുകൊണ്ട് തന്നെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്ന് പലരും ചോദിക്കുന്നുവെന്ന് റിയാസ് പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടുകൂടിയാണ് ദേശീയപാത 66 നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു സംസ്ഥാനം 5,600 കോടിയിലധികം രൂപ ദേശീയപാതയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. എല്ലാ ഘട്ടത്തിലും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരള സർക്കാരിന്റെ ഇടപെടലുകളെ അഭിനന്ദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃപരമായ ഇടപെടലിനെ പ്രത്യേകവും അഭിനന്ദിച്ചിരുന്നു. നാഷണൽ ഹൈവേ
റീജിയണൽ അതോറിറ്റി ഓഫീസർ തന്നെ കേരളമെടുക്കുന്ന ഇടപെടലുകളെ അഭിനന്ദിച്ചിട്ടുണ്ട്. തന്നെ ഒഴിവാക്കിയത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് റിയാസ് പറയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയ ആ കാഴ്ച BJP പ്രവർത്തകർക്ക് ആഹ്ലാദം വിതയ്ക്കുന്നു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന കൂറ്റൻ റാലിയിൽ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. മാറാത്തത് മാറും, അതാണ് BJPയുടെ മുദ്രാവാക്യം. മറുവശത്ത് മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി BJP സംസ്ഥാന അധ്യക്ഷൻ വേദിയിൽ ഇടം പിടിച്ചതോടെ രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോലാഹലമുണ്ടാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. BJP CPM കൂട്ടുകെട്ട് എന്ന കോൺഗ്രസ് UDF ആരോപണത്തെ നേരിടുകയാണ് ഒരു വശത്ത് BJP, മറുവശത്ത് CPM ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നു. 10,000-ഓളം പ്രവർത്തകർ ചേർന്ന റോഡ് ഷോയായി പ്രധാനമന്ത്രിയെ കലൂരിലെ രാജ്യാന്തര സ്റ്റേഡിയത്തിലേക്ക് ആനയിച്ചു. കലൂരിൽ 1,00,000-ഓളം പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നു. കൊച്ചിൻ റിഫൈനറിയിലെ പുതിയ യൂണിറ്റ് BPCL കൊച്ചിൻ റിഫൈനറിയിൽ 5,500 കോടി ചെലവിൽ നിർമ്മിക്കുന്ന പോളി പ്രൊപ്പലിൻ യൂണിറ്റിന് പ്രധാനമന്ത്രി തറക്കല്ലിടും. ഇത് ഇന്ത്യയുടെ പോളിമർ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി എന്നീ റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നു. സംസ്ഥാനം പണം മുടക്കിയിട്ടും തന്റെ മരുമകനെ ചടങ്ങിന് ക്ഷണിച്ചിട്ടില്ല. കോപാകുലനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാർ ഇത് വലിയ രാഷ്ട്രീയ ആയുധമായി BJPക്കെതിരെ ഉപയോഗിക്കുന്നു. മോദിയെ നേർക്കുനേർ വെല്ലുവിളിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരുപക്ഷെ ഇന്ത്യയിൽ മമതാ ബാനർജിക്ക് ശേഷം പ്രധാനമന്ത്രി മോദിയെ നേർക്കുനേർ എതിരിടാൻ ശക്തനായ ഒരു രാഷ്ട്രീയ പ്രതിയോഗി എന്ന നിലയ്ക്കാണിപ്പോൾ LDFും CPMും പിണറായി വിജയനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇന്ത്യയിൽ തന്നെ ഇത് വലിയ വാർത്തയായി മാറുന്നു. വികസന പദ്ധതികളുടെ പേരിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലടിക്കുമ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ പേരുയർത്തി വലിയ രാഷ്ട്രീയ പ്രതികരണമാണ് BJP നടത്തുന്നത്. അമ്മായിയപ്പൻ മരുമോൻ ബന്ധം ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ കേരളത്തിൽ പുതിയൊരു മുദ്രാവാക്യം ഉയർത്തുന്നു അവർ. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയ സംഭവം അമ്മായിപ്പനോട് പറഞ്ഞാൽ മതി എന്നാണ് BJP നേതാവ് S. സുരേഷിന്റെ പ്രതികരണം. മുഹമ്മദ് റിയാസിന് പരാതി ഉണ്ടെങ്കിൽ കേരളത്തിന് മുന്നിൽ വിളമ്പേട്ട, അത് നേരെ ചെന്ന് അമ്മായിപ്പനോട് പറയട്ടെ. മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ള എല്ലാവരെയും ഇത്തരം ചടങ്ങുകൾക്ക് ക്ഷണിക്കണോ എന്നും S. സുരേഷ് ചോദിക്കുന്നു. മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തത് സംസ്ഥാന സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സർക്കാർ തന്നെ പരിപാടി ബഹിഷ്കരിക്കുന്ന അപൂർവ കാഴ്ച. വിചിത്രമാണ് കേരളത്തിലെ കാര്യങ്ങൾ. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.